ക്രഷ് പറഞ്ഞത് ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ. അയാളെ പേര് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. തമിഴ്നാടന്ന ഒന്നും നുള്ളി ബാക്കിൽ. അപ്പം ഞാനിത് കണ്ടു, കയ്യോ തിരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിലായിരുന്നു. ഞാൻ കൈ പിടിച്ചു 2 ചാട്ടം ചാടി. അപ്പം അത് പിന്നെ അപ്പോഴേക്ക് ദേഷ്യമൊക്കെ വന്നു. നമ്മൾ റിയാക്ട് ചെയ്യേണ്ടവിടത്ത് റിയാക്ട് ചെയ്യണം. അമ്മലയൊന്നും കൊടുത്തരുന്ന. അമ്മ എൻ്റെ എന്തിനെ കൈ പിടിച്ച് വെച്ചു. അപ്പോൾ ഇവർക്ക് ഫോട്ടോഷൂട്ട് വലിയ ആവശ്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ പബ്ലിസിറ്റി അതൊന്നും ഇല്ല ഉള്ളിൽ. പിന്നെ ചെയ്യുമ്പോൾ സാരി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒറ്റ വലി ഇങ്ങോട്ട് വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ മതി, ഇനി ബാക്കി അമ്മ ചെയ്തോളൂ, യു ഡു ഇറ്റ്. അങ്ങനെ എത്ര അപഗ്രഥിച്ചിട്ടാ പറയണേ. എത്ര ഗംഭീരമായിട്ടുള്ള ചോദിക്കണേ എന്നോട്. നീ ഇതൊക്കെ പുസ്തകം ഞാനിപ്പോൾ എഴുതിയ മാതിരി തോന്നുന്നു. ഞാൻ പുസ്തകം വായിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല, അറിയാം. അപ്പം അല്ല, ഒന്ന് ജസ്റ്റ് ഫോർ ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് ഷോട്ട് നോ. സ്വിമ്മിങ് പൂളിലേക്ക് വീണു. അപ്പോഴേക്ക് ഹീറോ ഒന്ന് ചാടി എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ കറക്കണു. വട്ടത്തിൽ ഇങ്ങനെ കറക്കുമ്പോൾ അങ്ങനെ സ്പ്ലാഷ്. അപ്പോൾ അവരൊക്കെ തമ്മിലിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ടു വെയർ ദ സ്വിം സൂട്ട്, റൈറ്റ്? We had to wear I had to wear the swimsuit or white sari. എന്നിട്ട് പോയിട്ട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ഒന്നും വേണ്ടിയില്ല. നമസ്തേ കാണിച്ചു, വാതിൽ തുറന്നു, അവരോട് പൊക്കോളൂ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. Charming, gracious, elegant, and most importantly, angelic. എൻ്റെ മകൾ മോനിഷ എന്ന പുസ്തകത്തിൽ വിനീത് മോനിഷയെ ഓർത്തെടുക്കുമ്പോൾ ആദ്യ വരി കുറിച്ചത് ഇങ്ങനെയാണ്. മോനിഷയെപ്പറ്റി സംസാരിക്കാൻ, എൻ്റെ മകൾ മോനിഷ എന്ന പുസ്തകത്തെ അധികരിച്ച് സംസാരിക്കാൻ ശ്രീദേവി ഉണ്ണിയാണ് ഈ അഭിമുഖത്തിൽ ചേരുന്നത്. മൂവി വേൾഡ് മീഡിയ എന്ന ഞങ്ങളുടെ മാധ്യമ പ്ലാറ്റ്ഫോമിൽ. നമസ്കാരം. നമസ്കാരം. അതാണ് ഏറ്റവും ആറ്റിക്കുറുക്കി അവരെ പറ്റി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത്. ഒരുപാട് മഹാരഥന്മാർ അവരെ പറ്റി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ വിനീത് ചേട്ടൻ എഴുതിയപ്പോൾ അതിന് കുറച്ചുകൂടി അടുപ്പവും കുറച്ചുകൂടി ജെന്യുവിനും കുറച്ചുകൂടി പ്രിസൈസും ആയിട്ട് തോന്നി. അത് വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം വിനീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കുട്ടിയെ പോലെ. അപ്പോൾ വിനീതൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കപ്പോൾ മനുഷ്യ ഓർമ്മ വരും. കാരണം ആ 2 കുട്ടികളും ഒരുപോലെ ഞാൻ എന്താ പറയുക, കൈവളെ വളർത്തിക്കൊണ്ടെന്ന മാതിരി എന്ന് പറയാം. കാരണം അത്ര ചെറുപ്പത്തിലാണ് അവർ സിനിമയിൽ അഭിനയിച്ച്. അങ്ങനെയാണ് അവർ തമ്മിൽ കുട്ടികൾ കാണുന്നത്. അപ്പോൾ 2ഉം ഭയങ്കര തമാശ. മനുഷ്യ കുറച്ചുകൂടി കുസൃതി ജാസ്തിയായിരുന്നു, വികൃതിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മനുഷ്യ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിനീതിനെ എങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഞാനാണ് സപ്പോർട്ട് ചെയ്യുക. ഞാനിവളെ വഴക്കൂടി ഞാനെന്ന് വിനീതിൻ്റെ ഭാഗത്തായിരിക്കും. മനുഷ്യയുടെ അച്ഛനൊക്കെ തന്നെയാണ്. അവരിരുന്ന് ചിരിക്കും. അപ്പോൾ അവളങ്ങനെ അച്ഛനാണ്ട് കണ്ണ് കാണിക്കും അവളെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ വിനീതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അപ്പോൾ വിനീത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മകൻ ഇത്ര എക്സ്പ്രസീവായിട്ട് പറയാറില്ല. വിനീത് ഒരു കലാകാരനാണ്. അപ്പോൾ വിനീതിനെ സത്യമായിട്ട് ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോഴും ഒന്ന് ഇതിൽ മോളെ പറ്റി എന്തെങ്കിലും പറയണമെന്ന് ആദ്യം ഞാൻ വിളിക്കുന്നത് വിനീതിനെയാണ്. വിനീത് എങ്ങനെ ഒരു ബുക്കിൻ്റെ കാര്യം കുറേ കാലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് നമുക്കൊരു ഫോർവേഡ് വേണം എന്ന് പറഞ്ഞു. ആൻറ്റി എനിക്ക് കുറച്ച് സമയം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് കംപ്ലീറ്റ് ഇത്രയൊന്നും അല്ല, വോയിസ് മെയിലായിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ എഴുതാൻ നേരമില്ല. അപ്പോൾ എഴുതിയാൽ എത്രയ്ക്ക് എഴുതാനെങ്കിൽ വോയിസ് മെയിലിൽ പറയുന്ന അത്ര എക്സ്പ്രഷൻ നമുക്ക് എത്ര എഴുതിയാലും അതിൽ നിന്ന് ഞാൻ ആൻറ്റി ഇനി എന്ത് വേണമെങ്കിൽ ഇതൊന്നും എടുത്തോളൂ. അങ്ങനെയാണ് വിനീത് എനിക്ക് ആദ്യമായിട്ടുള്ള ഫോർവേഡ് തന്നത് വിനീതാണ്. പിന്നെയാണ് മറ്റുള്ളവരൊക്കെ ഞാൻ അവിടെ പറഞ്ഞ ഇതാക്കിയിട്ട് അങ്ങനെ കിട്ടിയത്. കൃത്യമായിട്ട് എനിക്ക് തന്ന അതൊരു ലക്ഷണമാണ് വിനീത് എന്ന് പറയുമ്പോൾ. എനിക്ക് എൻ്റെ ഒരു സ്വന്തം കുട്ടി. അന്ന് കാലത്ത് വളരെ പ്രൈമ് നിന്നിരുന്ന നടിമാർക്ക് ഈ ആളുകളോട്, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഗ്യാതറിങ്ങിലൊക്കെ എങ്ങനെയാണ് ഏറ്റവും അന്ന് നടിമാർ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വളരെ ഡിസിപ്ലിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള ഡിസിപ്ലിൻ അല്ല, അഭിനയമാണ്. അങ്ങനത്തെ നടിമാരെ സ്കൂൾ ചെയ്യുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണം പെരുമാറുന്നത്. പക്ഷെ മോനിഷ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അതിൽ 2-3 ഇൻസിഡൻസ് ഉണ്ട്. അതായത്
മനുഷ്യരുടെ ദേഷ്യം കാണിക്കുന്ന 3 വിധങ്ങളാണ്. ഒന്ന് 3 ഇൻസിഡൻസിനെ പറ്റിയിട്ട് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം. ഒന്നൊരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു പെൺകുട്ടി പിറകിൽ നിന്ന് നുള്ളുന്നു, അവരെ അടിക്കാൻ ഓങ്ങുന്ന മനുഷ്യ കാണുന്നുണ്ട്, അതൊന്ന്. 2, ആദ്യം ഒരു കഥ പറഞ്ഞിട്ട് ഒരു അന്യഭാഷ പ്രൊഡ്യൂസർ വന്നിട്ട് ആ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കന്നഡ ഇപ്പൊ നായിക സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു, സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു, നായകൻ പൊക്കിയെടുക്കുന്നു, അതിന് മനുഷ്യ കാണിക്കുന്നുണ്ട് റിയാക്ഷൻ ഉണ്ട്. 3, ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ മാസികകളിലെ ആളുകൾ അഭിമുഖം എടുക്കാൻ വരുമ്പോൾ 1 or 2 ഫോട്ടോഷൂട്ടിന്റെ ആംഗിൾ ശരിയായില്ല എന്ന് പറയുമ്പോഴേക്കൂടി ഈഗോ ഒക്കെ ഹേർട്ടായിട്ട് ഞാൻ പോകുന്നു എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന പോക്കവേ നടത്തുന്ന മനുഷ്യയുണ്ട്. ഇതൊക്കെ നടത്തുമ്പോൾ മനുഷ്യക്ക് പ്രായം 18ഉം 19ഒക്കെയാണ്. നേരത്തെ കുറച്ചുകൂടി മറ്റ് അവസരങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നിലേക്ക് നായിക കരയും, അല്ലെങ്കിൽ നായിക പേടിക്കും. ഇതേ നമ്മൾ റിയൽ ലൈഫിലെ നായികമാരെല്ലാം കാണുന്നുള്ളൂ. അവിടെയാണ് മനുഷ്യ വളരെ ഒറിജിനലാണ്. ഈ 3 സന്ദർഭങ്ങളെ ഒന്ന് ഓർത്തെടുക്കാവോ? പിന്നെ എനിക്ക് എല്ലാം നല്ല ഓർമ്മയാണ്. അത് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? മറ്റേ കല്യാണത്തിന് പോയിട്ട് പിറകെ നിന്നുള്ളി. അത് കല്യാണത്തിന് പോയിട്ട് നമ്മൾ ആ സമയത്ത് ഒരു പെൺകുട്ടിയാണ് നുള്ളിയത്, ആൺകുട്ടികളാരുമല്ല. ഒരു കുറേ പെണ്ണുങ്ങളിങ്ങനെ അടുത്തെടുത്തിരിക്കണ്ട. അപ്പോൾ ഒരു പെൺകുട്ടി തിരിച്ച് വേറെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാங்க. ഒന്ന് നുള്ളി ബാക്കിൽ നുള്ളി, ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ സുരക്ഷയ്ക്ക് എപ്പോഴും ബാക്കിലാണ് നിൽക്കാം. എന്നിട്ട് എൻ്റെ 2 കൈ ഇങ്ങനെ വെക്കും. അപ്പം എല്ലാവരും ശരിക്കും ഇതെന്താ വലിയ ഷീൽഡോ, ഞാൻ ഇങ്ങനെ വെക്കും. എന്നിട്ട് മുമ്പിൽ നടക്കും ഇങ്ങനെ, എന്തിനാ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാം അവളെ. എൻ്റെ 2 കൈ കാണാം അവൾ മുമ്പിൽ. നീ മുമ്പിൽ നടക്കുക, സോറി മുമ്പിൽ നടക്കുക, ഞാൻ ബാക്കിൽ നടക്കുക. അപ്പം ഞാനിത് കണ്ടു, ഒരു പെൺകുട്ടിയാണ് അവിടെ ഇങ്ങനെ അവർ ബാരിക്കേഡ് മാതിരി ഇങ്ങനെ കുറേ ബെഞ്ച് മാതിരി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു പെണ്ണ് നുള്ളി കണ്ടു. ഉള്ളിന്ന് കണ്ട് ഭയങ്കര സെൻസിറ്റീവാണ്. കയ്യോ തിരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിലായിരുന്നു. ഞാൻ കൈ പിടിച്ചു 2 ചാട്ടവും ചാടിയാണ്. അപ്പം ദേഷ്യം എന്താ ഇംഗ്ലീഷേ അറിയുള്ളൂ, മലയാളം പറയാൻ പറ്റില്ല. മലയാളി കുട്ടിയാണ്, കുട്ടികളാണ്, പെൺകുട്ടികളാണ് നിൽക്കണേ. അப்புறம் വാട്ട് ദ ഹെൽ യു ആർ ഡൂയിങ്. അപ്പം ഞാൻ പറയണോ അപ്പം അത് പിന്നെ അപ്പോഴേക്ക് ദേഷ്യമൊക്കെ വന്നു. ദേഷ്യം വന്ന് അങ്ങനെ പുറത്തേക്ക് കാറിൽ കയറി. അപ്പോൾ ഞാൻ പിന്നെ എന്നോട് കുറച്ച് നേരം മിണ്ടിയില്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ പബ്ലിക്കില്ല, അത് നമ്മൾ റിയാക്ട് ചെയ്യണം. അതിന് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടവിടത്ത് റിയാക്ട് ചെയ്യണം. അമ്മലയൊന്നൊന്ന് കൊടുത്തരുന്ന അമ്മ എൻ്റെ എന്തിനെ കൈ പിടിച്ച് വെച്ച് കിട്ടണം ഒന്ന്, എന്നാലും ആ പെണ്ണ് പഠിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്. അത്ര ഒരു ടീച്ചർ ലെവലായിരുന്നു അവിടെയൊക്കെ. അതൊരു ഭയങ്കര അതാണ് അവളുടെ ആ സമയത്ത്. അത് കല്യാണം എന്ന് പറയുന്നത് അവളെ സ്വന്തം കൂട്ടുകാരി ആക്ട്രസിന്റെ കല്യാണം തന്നെ ആയിരുന്നു അത്. അതായത് പാർവതിയുടെ കല്യാണത്തിന്, ജയറാം പാർവതിയുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ മറക്കില്ല. അതാ ഞങ്ങൾ അവസാനം പോയ കല്യാണം, മറക്കില്ല അത്. തിരിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവർ. അപ്പം നിറച്ചു ആൾക്കാർ വന്നിട്ടുണ്ടേ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കൂലോ ആൾക്കാർ. കല്യാണ ഹാളിൻ്റെ പുറത്ത്, ഹാളിലേക്കൊന്നും അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കണ കുറേ ആൾക്കാരുണ്ടാവും. അതിൽ കുറേ പെൺകുട്ടികൾ ഇവിടെ വരിയായിട്ടുണ്ട്. കുറേ പെൺകുട്ടികളെ ബേസ്റ്റ് ഔട്ടാണല്ലേ. ഇങ്ങനത്തെ കാര്യത്തിന് അധർമ്മം സഹിക്കില്ല അവക്ക്. അത് ചെയ്യണത് ഏറ്റവും വൃത്തികെട്ട ഒരു സംഭവമല്ലേ ചെയ്യണത്. ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടി നുള്ളുക എന്നൊക്കെ പറഞ്ഞാൽ. അടുത്തത് ഈ പറഞ്ഞ വോക്കൗട്ടാണ് അടുത്തത്. എന്നോട് പറയും ഞാൻ അമ്മ പോസ് ചെയ്തോളൂ എന്ന് പറയും. ഞാൻ അങ്ങനെ പറയും. അല്ല മോളെ എന്താ ശരിക്കും ചൊടിപ്പിക്കുന്നത്? പോസ് ചെയ്യാനൊക്കെ അറിയുന്ന ആളാണല്ലോ മനുഷ്യൻ. നമ്മൾ പറയണെന്താ വെച്ചാൽ പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യമൊക്കെ എന്ന് പറയുമ്പോൾ മടുക്കാണ്. അത് എന്താ ഞാൻ പറയാ അതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ ഒരുപാട് വേണം. ക്ഷമ നല്ലപോലെ വേണം ഫോട്ടോഷൂട്ടിന്. നല്ലവണ്ണം. അപ്പം ഇവക്ക് ഫോട്ടോഷൂട്ട് വലിയ ആവശ്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ പബ്ലിസിറ്റി അതൊന്നും ഇല്ല ഉള്ളിൽ. പിന്നെ ഞാനാണ് അതിനെപ്പറ്റി കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് എനിക്ക് ഓവറാവാനും പറ്റില്ല, കാരണം അവളെ കൺട്രോളിലാണ് ഞാൻ. അപ്പോൾ അവളെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പോൾ കാര്യം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. പങ്കജ് ഹോട്ടലിൻ്റെ മുകളിൽ അവിടെ നിന്നിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് നടക്കണേ. അപ്പോൾ ഒരു മഞ്ഞ സാരി, എൻ്റെ സാരിയൊക്കെ ഉടുപ്പിച്ച് സാരി ഉടുത്തിട്ട് മതി എന്നൊക്കെ പറഞ്ഞ അവർ ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ശരി.
ഞാൻ പിന്നെ എല്ലാം ഞാൻ ഒരുപാട് സഹകരിക്കുക എല്ലാവരോടത്തും. ഉം. അപ്പം ഞാൻ പറഞ്ഞ മോളെ ഇങ്ങനെ ഈ മഞ്ഞ സാരി എടുത്താൽ മതി അവിടെ. ഇപ്പോൾ പറഞ്ഞപ്പോഴേക്കും നല്ല ഓർമ്മ വരും. അപ്പോൾ മഞ്ഞ സാരി എടുത്തിട്ട് അങ്ങനെ അപ്പം ഇങ്ങനെ നിൽക്കൂ, അങ്ങനെ നിൽക്കൂ, ഇങ്ങനെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു. മുടി മുമ്പിലേക്ക് ഇടൂ, അതിട്ടാൽ പിന്നെ അതെങ്ങനെ ചെയ്യൂ, ആരോടെ ഇരിക്കൂ, കുറേ ചെയ്തു. കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോ റിപ്പീറ്റേഷൻ. പിന്നെ എന്നൊന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാളം വാങ്ങണം. ഇങ്ങനെ നോക്കുന്നേ നമുക്കപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ കുറച്ച് നേരം കണ്ടില്ല, കുറച്ച് നേരം കണ്ടില്ല എന്നൊക്കെ ഞാൻ സമാധാനിപ്പിക്കും. പിന്നെ ചെയ്യുമ്പോൾ സാരി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒറ്റ വലി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മതി, ഇനി ബാക്കി അമ്മ ചെയ്തോളൂ. ഞാനല്ല മോളെ, യു ഡു ഇറ്റ്. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു. അതാണ് ചൊടിപ്പിക്കാൻ കാരണം. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കാണിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ഇങ്ങനെ സാരി ഞാൻ അപ്പുറത്ത് നിന്ന് ക്യാമറയുടെ പിന്നിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ അപ്പം ഇങ്ങനെയാണ് കുറേ അപ്പം ഞാനതൊരു ഡെമോൺസ്ട്രേഷൻ കൂടി ആയപ്പോൾ മുപ്പത്തേക്ക് അത് ട്രിഗർ ചെയ്തു. യു പ്ലീസ് ഡു ഇറ്റ്, അത്രേ വേണുള്ളൂ. അതേമാതിരി തന്നെ ഞാൻ മറ്റേ ഇടപെട്ട് സംസാരിക്കണമെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മ അവരൊക്കെ പോയതിൻ്റെ ശേഷം പറഞ്ഞു, അമ്മ ഇനി പത്രക്കാരൻ മുമ്പിൽ വായതോ തുറക്കണം, ഡോണ്ട് ഓപ്പൺ യുവർ മൗത്ത്. യു ആർ എൻ ഓപ്പൺ ബുക്ക്, എനിബഡി ക്യാൻ റീഡ് യു. അമ്മ ഇനി ഓരോന്ന് പറയും ഗോസിപ്പ്. അന്ന് ഗോസിപ്പ് വരുമല്ലോ, അത് അടിച്ച് വരുന്നതേ, പ്രിൻ്റിലല്ലേ വരുന്നേ. അപ്പോൾ അതാണ് ഗോസിപ്പ് അത് ഇല്ലാതെ സൂക്ഷിച്ചോളൂ. അത്രയും കാലം 7 കൊല്ലമേ ഉള്ളൂ സിനിമ ഉള്ളിൽ നിന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ആ ചൊടിച്ചിറങ്ങി. അടുത്ത സംഭവം അത് ഈ സൈലൻസ് സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സന്ദർഭമാണ്. അത് ഒരു മാസ് സീൻ പോലെയാണ് ആ സംഭവം. അതായത് ഒരു പ്രൊഡ്യൂസറോട് അന്നും ഈ പറഞ്ഞ പോലെ എനിക്കതിപ്പോഴും മനസ്സിലായില്ല, 20 വയസ്സിലൊക്കെ ഒരാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ള ആ സന്ദർഭം ഒന്ന് ഓർത്തെടുത്ത്. അത് ഞങ്ങൾ ഇന്ദിരാനഗർ വീട്ടിൽ തന്നെ 3 പ്രാവശ്യം അത് അവിടുത്തെ ഏറ്റവും വലിയ കന്നഡ പ്രൊഡ്യൂസറാണ്. ഒരു പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഈയിടെയായിട്ട് മരിച്ചു തോന്നുന്നു. ഭയങ്കര ഒരു 6 അടി പൊക്കൊക്കെ ഉണ്ട്, വലിയ ചുബയൊക്കെ ഉണ്ട്, വലിയൊരു മാന്യനാണ് അദ്ദേഹം. അദ്ദേഹം വന്നു. കൂടെ ഒരു ചന്നാന്ന് മറ്റേ പറഞ്ഞ അയാളുണ്ട്. അവർ ഈ രാജ്കുമാറിൻ്റെ ഒക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ആ മനുഷ്യൻ. അപ്പോൾ അവർ വന്നു. പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, അങ്ങനെ 2-3 ആൾ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് പറയാനൊക്കെ ആയിട്ട് ഒരു പയ്യൻ, അങ്ങനെ 2-3 അങ്ങനെ 2-3 പ്രാവശ്യം അവൾ കോളേജ് പഠിക്കല്ലേ. അപ്പോൾ കോളേജിൽ പോകണം, അവിടെ എക്സാം ഉണ്ടാവും, ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കണം. പിന്നെ റാങ്ക് കിട്ടണം, പഠിക്കാൻ പിടിക്കുകയാണ്. അങ്ങനെ ഇഷ്ടമാണ്. അതെ. അപ്പോൾ അത് പെട്ടെന്ന് കഴിയും പഠിക്കൽ, നല്ല മാർക്കൊക്കെ വാങ്ങും ഒക്കെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ രാവിലെയൊക്കെ കോളേജിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇതിപ്പോൾ അവൾക്കൊരു പിന്നെ ഒരു മാരുതി കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ എടുത്തിട്ട് ഒരൊറ്റ പറക്കലാണ്. പോണ സമയത്താണ് ഇവർ വരിക മിക്കവാറും. ഒരു ദിവസം ആദ്യത്തെ പ്രാവശ്യം സന്ധ്യയ്ക്ക് വന്നു. ഓക്കെ, കുഴപ്പമില്ല. വേറെ മോളെ ഒരു കഥയൊക്കെ പറയണവർ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നു. ഉടനെ പറഞ്ഞു, ഫസ്റ്റ് തന്നെ വന്നിരുന്നപ്പോൾ പറഞ്ഞു കന്നഡ സിനിമയിൽ, അല്ല നിങ്ങളിപ്പോൾ മലയാള സിനിമയിലൊക്കെ അഭിനയിക്കണത്, അപ്പോൾ നിങ്ങളവിടെ എങ്ങനെ പിന്നെ തമിഴരും വരും അതുപോലെ കേട്ടോ, തമിഴ് സിനിമയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾ. അപ്പോൾ ഇത് കന്നഡയാണ്. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒക്കെ ഓൾറെഡി സാർ നമസ്തേ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇത് എന്ത് ബോംബാണ് ഇവിടുന്ന് പൊട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഞാൻ കേട്ടോളൂ തോന്നുന്നു. അപ്പോൾ കഥയൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ വൺ തിങ് അവരോട് പറയാം, ഐ ഹാവ് സം കണ്ടീഷൻസ്. ഈ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് പറയാം. എന്നോട് ഒരുപാട് ഇൻറ്റിമേറ്റ് അഭിനയിക്കാൻ പറയാൻ ഞാൻ ചെയ്യില്ല. ഇൻറ്റിമേറ്റ് സീൻസ് ഞാൻ ചെയ്യില്ല, ഒരു പരിധി വരെ, അതുക്കപ്പുറം ഞാൻ ചെയ്യില്ല. പിന്നെ എനിക്ക് കുറച്ച് റിവീലിംഗ് ക്ലോത്ത്സ് ഞാൻ ഇടില്ല. അവരോ അതൊന്നും കുഴപ്പമില്ല അമ്മ, അതെന്താ അമ്മ നിങ്ങൾ പിന്നെ മലയാളത്തിൽ മുണ്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് അഭിനയിക്കണില്ലേ, അതും അങ്ങനെയും കൂടി അല്ല ഞങ്ങളുടെ ഡ്രസ്സ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, സാരിയാണ്, അതാണ് ധാവണിയാണ് എന്നൊക്കെ പറഞ്ഞു പേടി. പിന്നെ മോഡേൺ ഡ്രസ്സാണ്, മറ്റേ സൽവാരം അതും ഇതൊക്കെയാണ്. അതൊക്കെ കേട്ടു. അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം കഥ കേട്ടു. 2 പ്രാവശ്യം വന്നു. 3 പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇതാണ് അവളുടെ കണ്ടീഷൻ. അവർക്കറിയാം. ലാസ്റ്റ് വന്ന് അവർ അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ പോണ സമയമാണ്. അല്ല, ഒരു ദിവസം വന്നാൽ പറഞ്ഞു, ഒരു സാരി ഉടുപ്പിച്ചിട്ടൊന്ന് കൊണ്ടുപോയി ചോദിച്ചതിനോട്. ഒരു സാരി. അപ്പം ഞാൻ അകത്തേക്ക് പോയിട്ട് പറയുമ്പോൾ നമ്മൾ സാരി ഉടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ സാരി ഉടുത്തിട്ട് കാണുന്നപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ? അതല്ല, ഒരു ഡയറക്ടറാണ്, ഒരു ക്യാരക്ടർ വേണമെങ്കിൽ ഒരു സാരിയൊക്കെയാണ്. അത് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഭിനയിക്കുമ്പോൾ ഏത് ക്യാരക്ടറാണ് അതിനനുസരിച്ചിട്ട് അഭിനയിച്ചോളണം. അതാണ് ഒരു കലാകാരി.
അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ടിട്ട് അഭിനയിക്കുകയല്ല. കലാകാരിയെ വരുമ്പോൾ ഒരു ഏതാണ് ക്യാരക്ടർ, അതോ ഒരു പാടത്ത് പണിയെടുക്കുന്ന പെണ്ണാണോ അപ്പോൾ അതിനനുസരിച്ച് അഭിനയിക്കും. അല്ല നീ വലിയൊരു കുടുംബിനിയായിട്ട് വല്ല അതിനനുസരിച്ച്. അപ്പോൾ എന്തും അതാണ് കലാകാരി എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിൻ്റെ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നീ ചെയ്തോ. പിന്നെ ആരെങ്കിലും, അതും അച്ഛൻ്റെയും ഈ വാസേട്ടൻ്റെ MT അങ്കിളിൻ്റെയൊക്കെ ഉപദേശമുണ്ട്. ആരെങ്കിലും ശരിയല്ലാതെ വഴി ബിഹേവ് ചെയ്താൽ ഒന്ന് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല, തിരിച്ചു പോരെ. ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഒരു കുട്ടിക്ക് കൊടുക്കും, ആ പ്രായമല്ലേ. അപ്പം സുരക്ഷയാണ് ബാക്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ മുഴുവൻ എനിക്കുള്ള സുരക്ഷ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഒരു പെൺകുട്ടിക്ക് എന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനലൈസ് ചെയ്യാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഒന്ന് അവസാനം വരും. അപ്പം ഞാൻ സാരി കുറേ സമാധാനിപ്പിച്ച് ഞാൻ എൻ്റെ ഒരു സാരി കൊടുത്തുള്ളൂ എന്നപ്പോൾ അവർ ഞെട്ടി. സാരി കൊടുത്തു മനുഷ്യ. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടിയല്ലല്ലോ. സാരി കൊടുത്തപ്പോൾ ഒരു മെച്യൂരിറ്റി അദ്ദേഹത്തിന്. ഡയറക്ടേഴ്സ്, ഞാൻ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെയല്ലേ പറയാം, എൻ്റെ ക്യാരക്ടർ എനിക്കൊന്ന് കാണാനല്ലോ. അപ്പോൾ അത് സന്തോഷമായി. അത് കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ പോയി ഇറ്റ്സ് ഓക്കെ ഓവർ ചോദിക്കുക അവരോട്, ഓക്കേനോ ഓവർ മാറ്റാൻ പോവുക. ഞാൻ 1 മിനിറ്റ്. അപ്പോൾ അന്നിങ്ങനെ എടുക്കൽ ഫോട്ടോ എടുക്കലൊന്നുമില്ല. അത്യാവശ്യത്തിന് അങ്ങനെ ഫോട്ടോ എടുക്കുക, അവർക്ക് കണ്ടാൽ മതി. അവർ കണ്ടു, ആൾക്ക് അത് പറ്റും. അടുത്തൊരു ചെറിയ കുട്ടി ഇരിക്കണ മാതിരി അവർക്ക് തോന്നുകയാണേ. സാരി എടുത്തപ്പോൾ ഒരു മെച്യൂരിറ്റി തോന്നുന്നു നാച്ചുറലി. അപ്പോൾ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് വന്ന് പിറ്റേത്തെ പ്രാവശ്യം വന്ന് കോളേജിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാം. അപ്പോഴൊന്നും അഡ്വാൻസൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു അത് വലിയ ഇതേമാതിരി ഭയങ്കരമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഫസ്റ്റ് ഷോട്ട് അപ്പോൾ അവളിങ്ങനെ ഇരിക്കുന്ന ആളാണ്. അവൾ ഇതിങ്ങനെ റിലാക്സ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് അപ്പം അല്ല ഒന്ന് ജസ്റ്റ് ഫോർ ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് ഷോട്ട് നോ. സോ അത് ഇങ്ങനെ സ്വിംസൂട്ട് പറഞ്ഞില്ല. ഹീറോയിൻ ആദ്യം ഇങ്ങനെ ഇതിലേക്ക് വീഴുന്നു, സ്വിമ്മിങ് പൂളിലേക്ക് വീഴുന്നു. അപ്പോഴേക്കും ഹീറോ ഒന്ന് ചാടി എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ കറക്കണു. വട്ടത്തിൽ ഇങ്ങനെ കറക്കുമ്പോൾ അങ്ങനെ സ്പ്ലാഷ്, വാട്ടർ വിൽ സ്പ്ലാഷ്. അന്നത്തെ ക്യാമറയുടെ ടെക്നിക്സ് അത്രയൊക്കെ തന്നെയല്ലേ, ഇപ്പോഴത്തെ മാതിരിയല്ലോ, ഒന്നും ഡിജിറ്റൽ അല്ലല്ലോ. അപ്പോൾ അപ്പോൾ അവൾ വളരെ നിസ്സംഗമായി ഒരു ഭാവവും മുഖത്തില്ലാണ്ട്. സോ ദാറ്റ് വിൽ ബി ലോട്ട് ഓഫ് റിപ്പീറ്റേഷൻ ഓൾസോ നോ. ചോദിക്കാം റിപ്പീറ്റേഷൻ റൈറ്റ്? അല്ല ഫസ്റ്റ് അത് ഒരു ഇംഗ്ലീഷിലാണ് പറയണം. ഒരു ഷോർട്ട് ബ്യൂട്ടി ആവണ വരെ തിരിയണമല്ലോ. അപ്പോൾ അവരൊക്കെ തമ്മിലിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു അപ്പോൾ വി ഹാഡ് ടു വെയർ ദ സ്വിം സൂട്ട് റൈറ്റ്? ചോദിക്കണ്ടേ? I had to wear the swimsuit or white sari. ഓ ഇതും ചോദിച്ചിട്ടേ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല, എനിക്കൊന്നും പറയാറിയില്ല അതിൽ. അടിയിട്ടു എന്നിട്ട് പോയിട്ട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. നമസ്തേ കാണിച്ചു, വാതിൽ തുറന്നു, അവരോട് പൊക്കോളം പറഞ്ഞു. വാതിൽ തുറന്ന് നിൽക്കുക, വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന്. ആ കുട്ടി എനിക്ക് എപ്പോഴും ആ സീൻ ഓർമ്മയാണ്. ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക. ആദ്യം സ്വന്തം എണീറ്റ് അവരോട് രണ്ട് കൈയോട് കാണിച്ച് അങ്ങനെ നാട്യശാസ്ത്രത്തിൽ അങ്ങനെയാണല്ലോ. ആദ്യം ഒരു ചെറിയ ഗസ്റ്റർ കാണിക്കുക, രണ്ടാമത് ഇലോബറേറ്റ് ആയിട്ട് കാണിക്കുക. അതാണ് ഡാൻസ്. അത് പിന്നെയും ഇങ്ങനെ അതിൻ്റെ സഞ്ചാരി വരുന്തോറും കൂടി വരും. അപ്പോൾ അത് എണീറ്റതും പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിരിക്കും, ഒന്നും മിണ്ടാതെ വൃത്തിയില്ല. എന്നെ നോക്കിയതില്ല, പൊക്കോളാൻ പറഞ്ഞു. അവർ പോണവരെ പിന്നെ നമസ്തേ പറഞ്ഞു. അവരിറങ്ങിപ്പോയി, സിനിമയിൽ പോയി. എന്നിട്ടോ നോൺസെൻസ് എന്നോട് പറയാ, ടൈം വേസ്റ്റ് ചെയ്യാൻ. അമ്മയ്ക്ക് എന്തിനാ ഇവരൊക്കെ എൻ്റർടൈൻ ചെയ്യേണ്ടത് എന്നോട്? നമ്മുടെ ഒരുപാട് സമയം പോയി അമ്മ എന്നൊക്കെയാ പറയുന്നത്. അതെ, അതായത് ഇപ്പൊ അവരെ കുറിച്ചുള്ള നമ്മുടെ ധാരണ തെറ്റി അങ്ങനെയൊക്കെയാണ് സാധാരണ കുട്ടികൾ പറയാ. അല്ലെങ്കിൽ എന്താ പറയാ, പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പ്രൊജക്ട്, അങ്ങനെ നല്ല പറയണേ. വളരെ പ്രൊഡക്റ്റീവ് ആവുകൊണ്ട് കുറെ സമയം പോയി അമ്മ. അതെ, ഇന്റലക്ച്വൽ. അത്രയും ടൈം നമ്മൾ എന്തിനു വേസ്റ്റ് ചെയ്യും? വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട്? ഷീ ഈസ് ഓൾവേസ് ഭയങ്കര ആ കാര്യങ്ങളിലൊക്കെ വളരെ എല്ലാത്തിനും ഭയങ്കര അലേർട്ടായിരുന്നു. അവസാനം കൊടുക്കാൻ ഞാൻ തന്നെ നിർത്തിയില്ലോ. ഞാൻ പറഞ്ഞു, നീ എൻ്റെ അമ്മസ്ഥാനം വഹിച്ചോ. ഐ വാസ് വെരി ഹാപ്പി. അതുവരെ എൻ്റെ മകളായിട്ട് ഞാനൊരു ഡിവോഷനായിരുന്നു. ഞാൻ പറഞ്ഞൊരു മകളെക്കാളൊക്കെ എന്തൊക്കെയോ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം അങ്ങനെയായിരുന്നു. ഈ അതുപോലെ തന്നെ ഇപ്പം ചില ആളുകൾ ഞെട്ടുന്ന ചില സന്ദർഭങ്ങളൊക്കെ മനുഷ്യർ എടുക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടാണ്. ഇപ്പോൾ
എനിക്കതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്നാലും ഇത് എഴുതിയത് വെച്ച് ഞാൻ പറയാണ്. ഇപ്പോൾ സാംസന്ധ്യയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക എൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സിഗരറ്റിന്റെ ഒരു JB സിഗരറ്റിന്റെ പെട്ടിയാണ് കൊടുക്കുന്നത്. സാധാരണ പെൺകുട്ടികളൊക്കെ ആ കാലത്തുള്ള പെൺകുട്ടികളെ ഞാൻ ഓർത്തെടുക്കും, എന്റെ അറിവ് ഓർത്തെടുക്കും, എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ പ്രതികരിക്കായിരിക്കും. പക്ഷെ മോനിഷ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു, യെസ് അങ്കിൾ ഐ ലൈക്ക് ഇറ്റ്, ഐ വിൽ കീപ് ഇറ്റ്, അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ചുകൂടി ഭയങ്കര ന്യൂജനല്ല ആ കാലത്ത് തന്നെ. അതെ, അന്നങ്ങനെയാ, അവളൊക്കെ അങ്ങനെയാണ് ശീലിച്ചത്. അത് അങ്ങനെയൊക്കെ ഓരോ ജന്മമായിരിക്കാം. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മമ്മൂട്ടി മുകളിൽ ഞങ്ങൾ മാളികയുടെ മുകളിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു സന്ധ്യ കഴിഞ്ഞിരിക്കണം. അപ്പോൾ കഴിഞ്ഞപ്പോൾ ജോഷി സാർ ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാവരും ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെയാണല്ലോ അവളെ ശ്രദ്ധിക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും ഒരു ഓമനത്താണല്ലോ. അവിടെ മുകളിൽ നിന്നിട്ട് ഈ അതാ ഞാൻ അതിൽ അളുക്കെന്ന് എഴുതിയത്. അളുക്കെന്ന് അന്ന് മലയാളം ആണല്ലോ പണ്ടത്തെ. അത് പാക്കറ്റല്ല, ഒരു ടിന്നാ. ഈ ടിന്നിനാണ് അളുക്ക് എന്ന് പറയാ. അപ്പൊ ആ ടിന്നാണ്, അത് ബ്ലാക്ക് ടിന്നിന്റെ മുകളിൽ JB എന്ന് എഴുതിയിട്ട് അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ആ JB ഒക്കെ മാഞ്ഞു പോയി. കാരണം മനുഷ്യരുടെ ഒരു ചെറിയ ആ ഇതൊക്കെ ഞാൻ അങ്ങനെ ഒരു കബഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. വളകളുടെ സ്റ്റാൻഡ്, അതിൽ കുറെ നിറയെ മറ്റേ കുപ്പി വളകൾ, അങ്ങനെ കുറെ കാര്യമൊക്കെ ഉണ്ട് അവളുടെ സ്വന്തമായി. കുറെ ഡോൾസ് ഇതൊക്കെ ഉണ്ട്. വലിയ കുട്ടിയാണെങ്കിലും ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ പലതരം ഗ്ലാസ്സസ്, ഇങ്ങനെ വലിയ സൺഗ്ലാസ്സൊക്കെ വെച്ച് വണ്ടിയൊക്കെ ഓടിച്ച് പോകാനേ. അപ്പോൾ ഉറക്കെ പറഞ്ഞാൽ പാട്ടൊക്കെ വെച്ചിട്ട് ഓടുമ്പോൾ എന്തിനാ നിങ്ങൾ ഈ പാട്ട് എനിക്ക് വേണ്ടിയിട്ടില്ല, മറ്റുള്ളവർക്ക് കേൾക്കാനാണ്. വെറുതെ അന്ന് പറയേ, അന്നത്തെ കാലത്ത് പറയില്ലേ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നടക്കുക. അത് പിന്നെ പറഞ്ഞാൽ ചെത്തി നടക്കുമെന്ന് പറയില്ല പിന്നീട് കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അതാണ് മനുഷ്യയുടെ ഒരു അത് കിട്ടിയോണ്ട് ഭയങ്കര ഹാപ്പി. അപ്പോൾ ഞാൻ അതാ പറയണേ, അന്ന് കോട്ടെ എല്ലാവർക്കും കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു, സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അല്ല എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്താ ഈ സാധനം ഇങ്ങനെ മുകളിൽ നിന്നിട്ട് ഇവൾ പിടിക്കുന്നു, എന്നാ പിടിച്ചോ എൻ്റെ ഓർമ്മയ്ക്കിട്ടോ എന്നും പറഞ്ഞു. യെസ് അങ്കിൾ എന്ന് പറഞ്ഞത് വാങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് താങ്ക് യു ഐ കീപ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് കബഡി കൊണ്ടുവച്ചു. അത് അവിടുത്തെ അത് ഞാനിപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ. അത് കാണുമ്പോൾ എന്നെ JB ഒക്കെ പോയിക്കണു. ആ ബ്ലാക്ക് കളറിൽ ഒരു ടിന്ന, അതാ ഞാൻ അളുക്ക് എന്ന് പറഞ്ഞത്. അളുക്കാണ് അന്ന് ഞങ്ങൾ നാടൻ ഭാഷ, ഞങ്ങളുടെയൊക്കെ കാലത്തുള്ള വാക്കുകളാണത്. സിഗരറ്റ് ടിൻ അതുണ്ട് അവിടെ അന്നത്തെ കാലത്ത്. ഇപ്പൊ ഒരു ആക്ടറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിനെ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു ഇംപ്രഷൻ തോന്നുന്നു. ഇപ്പൊ ക്രഷ് എന്നൊക്കെ പറയുമല്ലോ പുതിയ, അങ്ങനെ തോന്നുമ്പോഴൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് മനുഷ്യയുടെ ക്രഷനായിട്ട് പറയണ്ടില്ല. ക്രഷ് പറഞ്ഞത് ഒരൊറ്റയാളെ മാത്രമേ ഉള്ളൂ. അയാളെ പേര് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. തമിഴ് നടനാ. തമിഴിലായിരുന്നു. അപ്പോൾ ഓ മൈ ഗോഡ് വാട്ട് എ ഹാൻസം ഫെലോ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയുമല്ലോ, ഇസ് ടു ഗുഡ് നോ, ഇസ് ടു ഹാൻസം നോ എന്നൊക്കെ പറയും. പിന്നെ എന്നൊക്കെ പറഞ്ഞാലപ്പോൾ അത് എല്ലാം മറക്കും. എല്ലാ ഇമോഷൻസും ഉണ്ടാവില്ലേ ഒരു മനുഷ്യന്. അത് മറച്ചു പിടിക്കുമ്പോഴാണല്ലോ കള്ളത്തരം. അത് മാത്രമല്ല, ഇവളോട് കുറേ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ വിനീതിൻ്റെ മയത്തിൽ തന്നെ 2-3 ആളുകൾ തമിഴിലും ഇവരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറയണ ഒരു കുട്ടികളും. അപ്പോൾ ഇവളി കോൺവെൻ്റ് അല്ലേ, അപ്പോൾ ഇവൾക്ക് ഇംഗ്ലീഷിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ അടുത്ത് ഇവളിങ്ങനെ പറയാം മറ്റാളെ പറ്റി. ഓ മൈ ഗോഡ്, ഐ ഷോർട്സ് സീ ഹിം, സോ ബ്യൂട്ടി, ഈസ് സോ ഹാൻസം, നോ ദ വേ ഹി ലുക്സ് അറ്റ്, അങ്ങനെ ദ വേ ഹീസ് ഹോൾഡിങ് ദ സിഗരറ്റ് എന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ കേട്ടിരിക്കുക, ഫോണിൽ കൂടി ഇങ്ങനെ പറയാണ്. ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിലിരിക്കുക. ഇപ്പം ഞങ്ങൾ എന്തിനോ പോയപ്പോഴാണ് അതിനെപ്പറ്റി വിവരിക്കുക, ഈ സിനിമയെ കണ്ടതിന് ശേഷം. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഞാൻ ഹലോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ പെട്ടെന്ന് വിനീത് വിളിച്ചു. ലാൻഡ് ലൈനാണ് കേട്ടോ. വിനീത് വിളിച്ചു, എന്താ വിനീത്? അപ്പോൾ ഞാൻ പറഞ്ഞു, വിനീത് എന്താണ് ടീ ചോദിച്ചു. വിനീത ഒരു രക്ഷയില്ല ഇവിടെ കൊണ്ട്. ഇവിടെ കടന്നു വേറെ ആളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഇതൊക്കെ ഒരു പ്രാന്തുണ്ടോ? ആ കേൾക്കണ ആളും ഞാനത് വെച്ച് ഞാൻ കേൾക്കണത് he is also a boy. Don't talk like this to another boy. ഞാൻ പറഞ്ഞു കൊടുക്കാം. So what? I cannot tell him that I like him. അങ്ങനെ പറയാൻ പറ്റുമോ? He is so good. No, I should share with somebody. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഭയങ്കര വലിയ കാര്യമായിട്ട് സംസാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നൗ യു സ്റ്റോപ്പ് ഇറ്റ്, മതി. പിന്നെയും വിളിച്ച് പറയും, എന്തോ എന്തിനാ അങ്ങനെ മറ്റാളോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അയാൾ ഒഴിവാക്കാനാണോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ ഇങ്ങനെ കളിക്കുന്നത്? നത്തിങ്. അപ്പം ഞാൻ പിന്നെ ഒരു കുറേ കഴിഞ്ഞാൽ സംടൈംസ് നമുക്ക് വി ഹാവ് ടു ഫിക്സ് സം പീപ്പിൾ. നോ,
ആ യു ഹാവ് ടു ഫിക്സ് ദം. അതല്ലോ, അത് അത്ര ഇൻ്റലിജൻറ്റാ. ഇതിപ്പോൾ സാധാരണ അവൾക്ക് കുറേ അഡ്മയറേഴ്സ് വരുന്നില്ല എന്നിട്ടൊന്നും അല്ല, ആ പക്ഷെ എല്ലാവരും ഫിക്സ് ചെയ്യാൻ അവൾക്കറിയാം. ഷീ ഈസ് നോട്ട് ബോതേഡ്. ആ ആ ആ ആ അവിടെ നിന്നോളും, ആ അത്രയേ ഉള്ളൂ. ആ. അപ്പോൾ അവള് പക്ഷെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ പിന്നെ എന്തൊക്കെയാ ഞാനാ വലിയ സങ്കടം അന്ന് കാലത്ത് ഈ പ്രണയാഭ്യർത്ഥനകളൊക്കെ എങ്ങനെയാ മനുഷ്യൻ നേരിട്ടിരുന്നത്? അങ്ങനെ അന്ന് അഭ്യർത്ഥനകളൊന്നുമില്ലല്ലോ. ആ അന്ന് അങ്ങനെ ഈ പ്രപ്പോസ് ചെയ്യുക, പോവുക, ഇരിക്കുക, വർത്തമാനം പറയാൻ അങ്ങനെയൊന്നും ആ ഇല്ല. ആ ആ പിന്നെ മിക്കതും മനുഷ്യനോട് ഈ വാത്സല്യമുള്ള ആൾക്കാരായതുകൊണ്ട് ആ ഇതൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്നത്. അതും നമ്മുടെ അന്യ ഭാഷക്കാരിലാണ് കൂടുതൽ അതൊക്കെ ഞാൻ ആ ശ്രദ്ധിച്ചിരിക്കണം. ആ ആ അന്യഭാഷക്കാർ അവരുടെ കൂടെ ഒരു ഹീറോ അവർക്കൊക്കെയാണ് പിന്നെയും മോനിഷ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാന്നല്ലാണ്ട് ഒരു റൊമാൻറ്റിക് ആംഗിളൊക്കെ. ഹീറോയിൻ. ആ ഹീറോയിൻ. ആ അവർക്ക് ഹീറോയിൻ അല്ലേ, നമുക്ക് ഒരു നായിക മാത്രമല്ലല്ലോ. നമുക്കൊരു നായികയായിട്ട് കുട്ടി അഭിനയിച്ചാലും മലയാളത്തിൽ എപ്പോഴും മലയാളത്തിലെ പ്രേക്ഷകർ, വീട്ടമ്മമാർ, വീട്ടുകാരൊക്കെ അവരുടെ സ്വന്തം കുട്ടിയായിട്ട് എടുത്ത കുട്ടിയല്ലേ മോനിഷ. അപ്പോൾ അവരുടെയൊക്കെ ലുക്കിന് അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പം മറ്റുള്ളവർക്ക് എന്താ, മോനിഷ ഈസ് ആൻ ആക്ട്രസ്, അതല്ലേ. പിന്നെ ഇതിനോട് വർത്തമാനം പറയുമ്പോഴേ അറിയുള്ളൂ ഇത് ഏത് ലെവലിലാണ് സംസാരിക്കുന്നത്. അക്കാഡമിക്കിലാണ് മനുഷ്യ, ഭയങ്കര അക്കാഡമിക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ വായിച്ചിട്ടുള്ള പരിചയവും അതും പിന്നെ ചെറുപ്പം മുതൽക്കുള്ള എഡ്യൂക്കേഷൻ്റെ അതൊക്കെ കൂടി വെച്ചിട്ടാണ് ഈ മുപ്പത്തിരെ ഈ ഫിക്സിങ് പരിപാടി. ആയിട്ട് ഫിക്സ് ആ മനസ്സിൽ പറിക്കും, എന്നോടൊന്നും പറയില്ല. അത് കഴിഞ്ഞ ലക്ഷണമൊക്കെ അതെന്താ ഐ ഹാഡ് ടു ഫിക്സ് സംബഡി, ഫിക്സ് ഇട്ട്. അത്രയും മെച്യൂരിറ്റി ഉണ്ടായിരുന്നു ഉള്ളിൽ. തൊടാതെ പോയ മറ്റൊരു ഏരിയ ഉണ്ട്, മോനിഷ എന്നുള്ള നടിയുടെ ഒരു ക്യാരക്ടർ ആവാനുള്ള ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള പറയുന്നൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ ഈ സായം സന്ധ്യയുടെ തന്നെ ഒരു സീൻ എടുത്തതിന് ശേഷം, റേപ്പ് സീൻ എടുത്തതിന് ശേഷം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഏങ്ങലടിച്ച് കരയുക, അന്ന് ഇപ്പൊ ഈ റേപ്പ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഈ പത്രങ്ങളിൽ വന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിന്റെ അറിവ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ അത്രയും എഡ്യൂക്കേഷൻ ഇല്ല നമുക്ക് ആ പ്രശ്നത്തെ പറ്റി. പക്ഷെ അത് അവർ അത്രയും ഉൾക്കൊണ്ടതിന്റെ എഫക്റ്റ് കൊണ്ട് അവർ കരയുന്നു, ഷവറിന്റെ അടിയിൽ പോയി നിൽക്കുന്നു, ചായ ആവശ്യപ്പെടുന്നു, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ശരിയാവുന്നു. കാരണം ഒരു രാത്രി മുഴുവൻ അവർ ബുദ്ധിമുട്ട് പോയി. ഞാൻ ഉണ്ണേട്ടൻ എനിക്ക് ഇപ്പോഴും വിറക്കി ഇപ്പോഴും ആലോചിച്ചാൽ എനിക്ക് അത്ര മതി എന്തായിപ്പോയിന്ന് തന്നെ അറിയില്ല. അവൾക്ക് തന്നെ അറിയുന്നില്ല എന്താണ്. അങ്ങനെ ആയിപ്പോയി, കൺട്രോൾ ചെയ്യാണ്ടായിപ്പോയി. പിന്നെ അവസാനം ജോഷി സാറ് വിളിച്ചു പറഞ്ഞു 6 മണിക്ക് ഷോട്ട് റെഡിയാകും. 6 മണിക്ക്, രാത്രി 12:30 മണിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. 6 മണിക്ക് ഒരു പങ്കജ് ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാറ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് റെഡി ആവാൻ കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞങ്ങളുടെ സീൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ നല്ല വാക്ക് പറഞ്ഞ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ, നോൺ സ്റ്റോപ്പ് ഏങ്ങലടിക്കും, കരയുന്നുണ്ട്, കരയിലുണ്ട് പിന്നെയും വരാം. അപ്പം അമ്മ അച്ഛനൊക്കെ പറയുന്നുണ്ട്, ഓരോന്ന് പറയുന്ന ചോദിക്കണ്ട, അവളോട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾ മുഴുവനോളും വെള്ളം നനച്ചിട്ട് അങ്ങനെ ആ തഴോടുകൂടി ഞാൻ അങ്ങനെ കുറേ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തണുത്ത് ഞാനും നനയുന്നുണ്ട്. ഷവറിൻ്റെ അടിയിലൊക്കെ കൊണ്ടെടുത്തിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയെന്ന്. അത് ആർക്കും അറിയില്ല. ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല ആരെടുത്തും, ആർക്കും അറിയില്ല. പറഞ്ഞു കൊടുത്തോ? അതായത് പറഞ്ഞ കേൾക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു കൊടുത്തോ ഇത്രയും ഇൻവോൾവ്മെന്റ് കാണിക്കണ്ട? അത് അല്ല ഇത് ഇൻവോൾവ്മെന്റ് കാണിക്കില്ല, അത് അങ്ങനെ വന്നതാ. അതെന്താന്ന് എനിക്കല്ലേ. ഞാൻ അങ്ങനെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ മഞ്ജു വാര്യർ സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഒരു ട്രെയിനിലേക്ക് ഓടുകയാണ്, ക്യാരക്ടർ വിട്ടിട്ട് ഓടുകയാണല്ലോ. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. ലാലേട്ടന്റെ കണ്ണുകളിലെ തിളക്കം, കണ്ണീരിന്റെ കണ്ണിന്റെ തിളക്കം, അതൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ ഒരു അനുഭവമായിട്ടാണ്. പക്ഷെ അത് ലൈഫിലായി പോയി. അതാണ് അത് അങ്ങനെ ഒരു ഇതാ. അപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നി അതൊക്കെ ക്യാരക്ടറിന്റെ ട്രോമ മോനിഷയിലേക്ക് വരികയാണ്. അതെ അതെ അതെ. അത് വന്ന് അങ്ങനെ എത്ര അപഗ്രഥിച്ചിട്ടാ പറയണേ. എത്ര ഗംഭീരമായിട്ടുള്ള ചോദിക്കണേ എന്നോട്. നല്ല വളരെയധികം എന്താ ഞാൻ പറയാ, അത്ര ഇങ്ങനെ ഒരു ക്ലാരിറ്റിയോട് കൂട്ടിയിട്ട് ഓരോരോ പോയിന്റ് പറയുമ്പോൾ നീ ഇതൊക്കെ പുസ്തകം ഞാനിപ്പോൾ എഴുതിയ മാതിരി തോന്നുന്നു. ഞാൻ പുസ്തകം വായിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല, അറിയോ. ഞാൻ പ്രൂഫ് റീഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല. അപ്പോൾ എന്നെ വായിച്ച ചില വേണ്ട വായിക്കേണ്ട പറഞ്ഞു എന്നോട്.
എന്നോട് കുറേ കഥാകൃത്തുക്കൾ എഴുതിയിട്ടുണ്ട്. അവരെന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ രണ്ടാമത്. വായിക്കണ്ട, ഇനി അത് വായിക്കണ്ട. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.